അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഖില ശിവൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല മഴയും കാറ്റൊക്കെയാണ് പുറത്ത്. എനിക്ക് ഈ സമയത്ത് ചക്ക കിട്ടി. ചക്ക എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വർഷം ചക്ക വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഇതൊക്കെ എല്ലാവർക്കും ചക്കപ്പഴം ഇഷ്ടമാണല്ലോ അല്ലേ. എനിക്ക് ചക്ക പച്ച ഇഷ്ടമല്ല, എനിക്ക് ചക്കപ്പഴമാണ് ഇഷ്ടം. ഞാനത് കാണിക്കാം. അതുപോലെ എനിക്ക് ഈ ഒരു കഷ്ണം ചക്കയാണ് കിട്ടിയത്. ഞാനിത് മുറിച്ച് ഫ്രണ്ട്സ്, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കവർ ഇങ്ങനെ ഒരു ടേബിളിൽ ഇതിൻ്റെ മുളഞ്ഞി ഒരു വെളുത്ത സാധനം കണ്ടോ, അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പേപ്പർ ഇവിടെ വിരിച്ചിട്ടുണ്ട്. നമുക്കപ്പം ഇത് കഴിക്കാം. ആദ്യം നമ്മൾ കത്തി എടുക്കുക. കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടുവാണെങ്കിൽ ഇതിൽ എന്താണ് ഒരു മുളഞ്ഞിൻ പറ്റി പിടിക്കുക. നമുക്ക് പിന്നീട് യൂസും ചെയ്യേണ്ടത്, ഇത് ഭയങ്കര പാടായിരിക്കും പിന്നെ പോവാൻ. നമ്മുടെ കയ്യിലും ഇതിലൊക്കെ പരട്ടുക. ഓക്കെ, കാണാലോ അല്ലേ ചക്ക. ഇത് ഈ ഭാഗം നമുക്കൊന്നും വേണ്ടാത്ത, ഇത് കളയേണ്ടതാണ്. മറ്റേ ചൈനക്കാരൊക്കെ ഇതെടുത്തിട്ട് അരിഞ്ഞ് തോലത്തിയെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട. ഇത് കത്തിയെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെത്തി കളയാം. നല്ല പഴുത്ത കിഡില മധുരമുള്ള ചക്കയാണ്. നിങ്ങൾക്കൊക്കെ ചക്ക ഞാൻ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ചക്ക അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അത് കാരണം നമുക്ക് ചക്കയ്ക്കൊക്കെ ഭയങ്കര ഒരു കൊതി വരും. കഴിക്കാനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാടി വീഴും. എവിടെ ചക്ക ആ സാധനം. അപ്പം അത് കാരണം ഞാൻ ആക്കിയിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണ്. ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഇതാക്കിയിടാൻ നിങ്ങൾക്ക് അറിയുമോ? ഇതിപ്പോൾ ആദ്യം ഇങ്ങനെ കളയണേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാണ് കളയണമെന്നൊന്നും എനിക്കറിയില്ല. പൊതുവേ ഞാൻ അങ്ങനെ കളയുമ്പോൾ ഞാനത് എൻ്റെ അമ്മ കളയുമ്പോൾ ഞാനത് ക്യാച്ച് ചെയ്ത് കഴിക്കുമായിരുന്നു. കാരണം അതുപോലത്തെ ചക്ക പ്രാന്തായിരുന്നു. അപ്പോൾ ഇതാണ് ചക്ക. എനിക്ക് കൊതി കാരണം മിണ്ടാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഒരു കഷ്ണം എന്തായാലും എടുത്ത് കളഞ്ഞു. നെക്സ്റ്റ് ഇതേ ഒരു കഷ്ണം ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല എങ്കിലും, കാരണം എൻ്റെ കയ്യിൽ എന്തെങ്കിലും മുളങ്ങിയാണ്. അവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കണേ. ഇത് എന്താവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഈ മുളങ്ങിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് പാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പൊതുവെ നന്നാക്കി എൻ്റെ വായിട്ട് തന്നെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്. പൊതുവെ ഈ ചക്ക അടിപൊളി ചക്കയാണ്. എന്നുവെച്ചാൽ നല്ലൊരു, എനിക്കറിയില്ല ഇത് ചക്കയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇത് അടിപൊളി ചക്കയാണ്. നിങ്ങൾ ചക്കയൊക്കെ കഴിക്കണം. ചക്ക ഒരു നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സാധനമാണ്. അതൊക്കെ പറഞ്ഞില്ലേ, മുഴുവൻ എൻ്റെ ആയിട്ട് പോവുള്ളൂ. ഞാൻ അവിടെ നിന്ന് എന്താ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ചക്ക കിട്ടിയത് കണ്ടല്ലോ അല്ലേ നിങ്ങൾ. അപ്പം എനിക്ക് ചക്ക കിട്ടി, ചക്കക്കുരു കിട്ടി. ഇത് പഴം ഞാൻ തിന്നണ കണ്ടിട്ടാണോന്നറിയില്ല. ചേട്ടനും വേണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. എന്നിട്ട് അതിൽ 2-3 എൻ്റെ അടിച്ചു മാറ്റി. എനിക്ക് ആകെ ബാക്കി ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഞാനിത് കഴിക്കാൻ പോവാണ്. എനിക്ക് പഴവും കിട്ടിയായിരുന്നു, അതും തന്നത് അവർ. കുറച്ച് പഴം കൂടെ ഉണ്ടായിരുന്നു, ഞാനത് മാറ്റി വെച്ചേക്കുക പഴുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ജിലേബി ഞങ്ങൾ കഴിച്ച് തീർത്തു. അപ്പം ഇതാണ് അടിപൊളി ചക്കയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചക്ക മേടിച്ചിട്ട് നല്ല പഴുത്ത ചക്ക കഴിക്കും. ഞാൻ പച്ച ചക്കനെ വലിയ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ പച്ച ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല. എനിക്കിങ്ങനെ പഴുത്ത ചക്ക ഇഷ്ടമാണ്.